നിർമ്മാണം നിലച്ച പെരുമൺ പേഴുന്തുരുത്ത് പാലത്തിന് സമീപത്താണ് നമ്മളുള്ളത്. വർഷങ്ങളായി ഇരുകരകളെ തമ്മിൽ ബന്ധിപ്പിക്കാനായി ഒരു പാലത്തിന്റെ നിർമ്മാണം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ആകെയുണ്ടായിരുന്ന ജങ്കാർ സർവീസും നിർത്തലാക്കിയതോടുകൂടി പ്രദേശവാസികളുടെ യാത്രാ ദുരിതം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ വിഷയമാണ് ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ എന്ന പരിപാടിയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. 2020 നിർമ്മാണം ആരംഭിച്ച് എങ്ങും എത്താതെ പോയ പെരുമൺ പേഴുന്തുരുത്ത് പാലത്തിന് സമീപത്താണ് നമ്മളുള്ളത്. എനിക്ക് പിന്നിൽ കാണുന്ന പാലമാണ് ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ നിർമ്മാണം വർഷങ്ങൾ നീളുന്ന ഒരു നിർമ്മാണത്തിലേക്ക് എത്തുന്നതോടുകൂടി ഇവിടെയുള്ള നിവാസികളുടെ യാത്രാ ദുരിതവും വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതോടുകൂടി ഇവിടെ നിന്നും ഉണ്ടായിരുന്ന ജങ്കാർ സർവീസ് പൂർണ്ണമായും നിർത്തലാക്കുകയും ചെയ്തു. അതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയത്. കാരണം വർഷങ്ങളായിട്ട് ഇവിടെയുള്ളവർ ആശ്രയിച്ചിരുന്ന ഒരു കടത്തുമാർഗമായിരുന്നു ജങ്കാർ. സാധനങ്ങൾ അടക്കം ഇക്കരയിൽ നിന്നും അക്കരെ ഭാഗത്തേക്ക് കൊണ്ടുപോകാനെല്ലാം ഇവർ യാത്ര ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്ന, പക്ഷെ അത് പൂർണ്ണമായും നിർത്തിയതുകൂടി വലിയ ദുരിതത്തിലാണ്. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. ഇത് ശരിക്കും നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ പാലം പണി തുടങ്ങിയിട്ട് 2020 തുടങ്ങിയ പാലം പണിയാണ് ഇത്. ഇപ്പോഴത്തെ നിലവിലെ ഇവിടെ നിന്നും നേരെ അക്കരക്കരയിലേക്കായിരുന്നു ജങ്കാർ സർവീസ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും ജോലിക്ക് വേണ്ടിയിട്ടും ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് അഞ്ചാലുമൂട് സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ധാരാളം കുട്ടികൾ പോയിക്കൊണ്ടിരുന്ന ഏക ആശ്രയമായിരുന്നു ഈ ജങ്കാർ. ഇപ്പോൾ അത് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ആൾക്കാർക്ക് അക്കരയ്ക്ക് പോകുന്നതിനും ജോലിക്ക് പോകുന്നതിനും വേണ്ടി നമ്മുടെ റെയിൽവേ പാളത്തിൽ കൂടിയാണ് ഇന്നത്തെ ആൾക്കാർക്ക് നടന്നു പോകാൻ. അത്രയും അപകടം പിടിച്ച രീതിയിലാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത്. അതുകൂടാതെ ഈ ജങ്കാർ കടവ് ഇവിടെ നിന്നും അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം ഈ ജങ്കാർ സർവീസ് ഇവിടെ നിലയ്ക്കാണ് ഉണ്ടായത്. അരമണിക്കൂർ ഇടവിട്ട് ജങ്കാർ നിറഞ്ഞു തന്നെയായിരുന്നു ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ആയിരുന്നു ഇവിടെ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഉപജീവന മാർഗം ടൂറിസം തന്നെയായിരുന്നു. അത് വരവ് നിർത്തി. അതെ, തീർച്ചയായിട്ടും ആൾക്കാർക്കുള്ള വരവ് നിലച്ചിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ദുരിതമായിട്ട് മാറിയിരിക്കുന്നത്. ശരിക്കും അതൊരു വാണിജ്യ മേഖലയെ ഉൾപ്പെടെ ബാധിച്ച ഒരു സാഹചര്യമാണുള്ളത്. വിദേശികളടക്കം മൺട്രോത്തുരുത്തിലേക്ക് എത്തുകയും മൺട്രോത്തുരുത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ആരും ഇവിടേക്ക് വരാറില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോകാം. പാലം വന്നല്ലോ, നമുക്ക് വയ്യാത്തവരൊക്കെ ഉള്ളപ്പോ നമുക്ക് ഓടി പോകാമല്ലോ, ഇനി വിഷമിക്കണ്ടല്ലോ എന്ന് കരുതി ഒരു വണ്ടി വിളിച്ചാൽ ഇങ്ങ് വരുമല്ലോ എന്നൊക്കെ കരുതി. ഭഗവാനെ, അങ്ങനെ പാലം പണി തുടങ്ങി മോനെ, പാതിക്കിട്ട് പാലം പണി എങ്ങനെ ഇത് പറ്റിയെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. എങ്ങനെന്താ ഇവിടെ ഒരു ജങ്കാർ ഉണ്ടായിരുന്നു, അതങ്ങ് നിർത്തലായി. അത് കഴിഞ്ഞിട്ട് ആ വടക്കൊരു ജങ്കാർ ഉണ്ടായിരുന്നു, അതങ്ങ് നിർത്തലായി. മനുഷ്യര് ഈ പേഴുന്തുരുത്തിലുള്ളവര് നമ്മളെ പാവങ്ങള് കഷ്ടപ്പെടുന്നു. വണ്ടി ഇല്ലാത്ത വീട്ടുകാരുണ്ടല്ലോ, അവര് കിടന്ന് വിഷമിക്കുന്നു. 2 പാലം, പിന്നെ ഈ പൂർത്തിയായില്ല, 2 എണ്ണം ഇളക്കി. പിന്നെ ഉണക്ക സമയത്ത് ആ പാലം അത് പണിയായിരുന്നു, അത് പണിഞ്ഞില്ല. മഴയത്ത് വന്നപ്പോ അത് പണിഞ്ഞാൽ വലുതുമാവോ, കടല് പോലെ വെള്ളം കയറി കുഴിയെല്ലാം ഇങ്ങനെ ആയി നിറഞ്ഞു കിടക്കുക. നമ്മൾ കഷ്ടപ്പെടുക, വിഷമിക്കുക. പഞ്ചായത്തിലൊന്ന് പോകണം, അക്ഷയയിലൊന്ന് പോകണം. നമ്മള് ജോലി ചെയ്തിട്ട് ഓടി വന്നൊന്ന് പോകാൻ നമുക്ക് പറ്റുന്നില്ല. അതിന് മാത്രം നമ്മൾ സങ്കടപ്പെടുന്നു. പേഴുന്തുരുത്തിനകത്തുള്ളവര് ചുറ്റിക്കറങ്ങി പോണം. ഒരാട്ടം ഇല്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. 120 രൂപ അങ്ങോട്ട് പോകുന്നതിന് കൊടുക്കണം, തിരിച്ചു വരുമ്പം 120 രൂപ അതിന് കൊടുക്കണം. ജങ്കാറുള്ളപ്പം നമുക്കൊന്നും വേണ്ട. ജങ്കാറുള്ളപ്പോഴാന്ന് വെച്ചാ കൊല്ലത്തോട്ട് പോകുന്നതിന് ഇവിടെ നിന്ന് ജങ്കാർ കയറിയിട്ട് നമുക്ക് പെരുമണി ചെന്നിറങ്ങാം. അവിടുന്ന് പിന്നെ ബസ്സിനകത്ത് കയറി കൊല്ലത്ത് പോകാം, ഇവിടെയും പോകാം. അങ്ങ് കല്ലുമുട്ടിലൊരു എണ്ണം ഉണ്ടായിരുന്നു. നമ്മള് ഇവിടുന്ന് ഒരു ബസ്സിന് കയറി കല്ലുമുട്ടിന്റെ ആ ജംഗ്ഷനിൽ ഇറങ്ങിയാല അവിടുന്ന് നമുക്ക് ജങ്കാറി ഇറങ്ങി അപ്പുറത്തിറങ്ങിയ നടന്ന് കുറച്ച് പാടത്തേക്ക് കയറി കഴിഞ്ഞ് അപ്പുറത്തോട്ട് പോയാൽ മതി. ഭരണിക്കാവ് അങ്ങനെയുള്ള സ്ഥലത്തോട്ട് നമുക്ക് പോകാം. സങ്കടമാണ് ഈ പേഴുന്തുരുത്തിനെ പറ്റി. പേഴുന്തുരുത്തിലെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടമാണ്. എല്ലാവർക്കും വണ്ടി ഉണ്ടോ? ഇല്ലല്ലോ. ബൈക്കുള്ളവരുണ്ട്, കാറുള്ളവരുണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത വീട്ടുകാരും ഉണ്ട്. വയസ്സെന്ന അമ്മമാരുണ്ട്. ഒരു കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വന്ന് എടുത്തോണ്ട് പോകാൻ ചിലപ്പോ വണ്ടി ഇല്ല. ജങ്കാർ സർവീസ് നിർത്തിയതോടുകൂടി
വിദ്യാർത്ഥികളുടെ പഠനവും നിലച്ചൊരു സാഹചര്യമാണ്. കാരണം ഇവർക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് പോകാനും ഒക്കെ അല്ലേ വലിയ ഉപകാരപ്രദമായിരുന്നു, സമയത്തൊക്കെ എത്തായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ ഒരു അവസ്ഥയുണ്ട്? വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ സ്കൂളിലോട്ട് പോകാനൊക്കെ. കാരണം ഈ പാലത്തിൽ കൂടെ വേണം ക്രോസ് ചെയ്തൊക്കെ പോകേണ്ടത്. ജങ്കാർ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്ത് പോകാനും കറക്റ്റ് സമയത്തിന് സ്കൂളിൽ എത്താനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ അവിടുന്ന് വരാനും പാലത്തിൽ കൂടെ കയറി പോയി ട്രെയിൻ വരുന്ന സമയമാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കറക്റ്റ് സമയത്തിന് സ്കൂളിൽ എത്താനൊന്നും സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടും പെട്ടെന്ന് ജങ്കാർ സർവീസ് നടത്തുകയാണെങ്കിൽ വളരെ ഉപയോഗമായിരുന്നു. അതുകൊണ്ട് ഈ പാലത്തിന്റെ നിർമ്മാണവും പാലത്തിനും വളരെ എത്ര നാളായിട്ട് പാലം കിടക്കും. നമ്മള് പാലം വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോ ക്ലാസ്സുകളിൽ കോളേജൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് പോയി. ഇതിപ്പോ കറങ്ങി ചുറ്റിയാണ് നമ്മൾ കോളേജിലായാലും സ്കൂളിലായാലും ഒക്കെ പോകുന്നത്. പാലവും ശരിയായ പെട്ടെന്ന് തന്നെ നല്ല ഉപയോഗമായിരുന്നു. ദ്രുതഗതിയിൽ പാലം പണിതതാണ്. പക്ഷേ ഇപ്പോൾ എന്തോ അത് സാങ്കേതിക തടസ്സമാണ് എന്തോന്നറിയില്ല, വളരെ നല്ല പോകലാണ്. അതിൻ്റെ കൂടെ മണ്ഡലത്തിൻ്റെ ഏക യാത്രാ സൗകര്യമായ ഇടിയക്കടവ് പാലവും അപകടത്തിലാണ്. അതുകൂടെ അങ്ങ് ഇല്ലാതായാൽ ഇവിടെ വരാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് ഈ പാലമെങ്കിലും അത്യാവശ്യമായിട്ട് ഏറ്റവും പെട്ടെന്ന് പണി തീർക്കണം. അതിനുപരി ഇടിയക്കടവിൽ പുതിയൊരു പാലം കൂടെ ഉണ്ടായി പറ്റത്തുള്ളൂ. അത് പൊതു അഭിപ്രായമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഇനി ഏതറ്റം വരെ പോകാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സർക്കാർ അത് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇങ്ങനെ മെല്ലപ്പോക്കി പോകുന്നത്. ഈ പാലത്തിന്റെ നിർമ്മാണം ഒരു ആശ്വാസമായിരുന്നു ശരിക്കും പറഞ്ഞല്ലേ? അത് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉത്സവം പോലെ കൊണ്ടാടിയതാണ് ആ പാലത്തിൻ്റെ പെട്ടെന്നുള്ള പണികൾ. പക്ഷേ അത് എന്തോ ഇപ്പോൾ ഒരു കാലതാമസത്തിന് ഞങ്ങളുടെയൊക്കെ മനസ്സങ്ങ് ഡൗൺ ആയിപ്പോയി. വളരെയേറെ ദുഃഖത്തിലും ദുരിതത്തിലുമായ അവസ്ഥയിലായി. നമ്മൾ കുണ്ട്ര വഴി പോകണമെങ്കിൽ കായി പകുതി ദൂരം മതി. ഒരു 13 കിലോമീറ്റർ ആകുമ്പം ചിന്നക്കട എത്താൻ പറ്റും. മറ്റേത് കുണ്ട്ര കരിക്കോട് വഴിയൊക്കെ പോകുമ്പോഴത്തേക്കാണ്ട് 25, അത് ഡിസ്ട്രിക്റ്റിലോട്ടാകുമ്പോൾ 26 ആവും കിലോമീറ്റർ. ചുറ്റിക്കറങ്ങിയാണ് ഞങ്ങളുടെ ജീവിതകാലം മൊത്തം പോയിക്കൊണ്ടിരിക്കുക. ഇത് ഏറ്റവും പെട്ടെന്ന് നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഇനി ഞങ്ങൾ ഒന്ന് ഈ ഇവിടുത്തെ ഈ ടൂറിസത്തിനെ പോലും ഇത് ബാധിച്ചിരിക്കുകയാണ്. അപ്പം വരുന്ന ടൂറിസ്റ്റ് പകുതി പോലും വരുന്നില്ല. മറ്റേ ജങ്കാര ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതായിരുന്നു, ഇപ്പോൾ അതും വരുന്നില്ല. ടൂറിസ്റ്റുകളുടെ വരവ് ഒരുപാട് കുറഞ്ഞു. ഒരുപാടെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറഞ്ഞു. എന്നാൽ കുണ്ട്ര വഴി ചുറ്റി വരണമെങ്കിൽ അവർക്ക് പാട്. പിന്നെ ഇപ്പം ട്രെയിനിൻ്റെ ഒരു ഇച്ചിരി ഒരു ആശ്വാസമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതും പോരാ, വൃത്തിയിലല്ല. നേരത്തെ ജങ്കാറുള്ളപ്പോഴെന്ന് പറയുമ്പോഴേ എങ്ങനെയെങ്കിലും പിള്ളേരെ വെച്ച് കൊണ്ടുവന്ന് ഇവിടെ വന്ന് അങ്ങ് ആശുപത്രി പാലം ഇത് മറ്റേ ഇങ്ങനെ കറങ്ങി വരണ്ടായ, അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ആ പാലം ഒന്ന് പണി കിട്ടിയാൽ അതെങ്കിലും ആയാലും. പാലം പണി ചെറുതായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം നിർത്തിയിട്ട് എത്ര നാളായി കാണാം? ഇത് നിർത്തിയിട്ട് 2 കൊല്ലമെങ്കിലും ആവത്തില്ലേ? ഒരു കൊല്ലത്ത് കൂടുതലായി. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിലാണ് താമസം. ഇവിടുന്ന് ഒരാൾക്ക് സുഖമില്ലാതെ പോയി കഴിഞ്ഞാൽ കറങ്ങി പോകണ്ടേ, ഇത്രയും കിലോമീറ്റർ ഇറങ്ങി പോകണ്ടേ. ആഴ്ച നമ്മുടെ ആൾ മരിച്ചോ എന്തോ ഇത്രയും കുഴപ്പങ്ങളുണ്ട് ഈ ജങ്കാർ ഇല്ലാത്തതുകൊണ്ട്. പാലം വന്നാൽ നിലവിൽ ഈ പാലം നിങ്ങൾക്ക് ഒരു ആശ്വാസം? പാലം വന്നാൽ പാലം വരണം. പാലം വന്നാൽ ഈ മണ്ഡലത്തിനടുത്ത് മൊത്തം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ളവർക്ക് എല്ലാം ഇതാണ്. ഇപ്പം നമുക്ക് മാത്രമല്ല പാലം ഉണ്ടെങ്കിൽ ആശ്വാസം, എല്ലാവർക്കും ചുറ്റുപാലം തൊട്ട് ഇങ്ങോട്ട് എല്ലാ ആൾക്കാർക്കും ആശ്വാസം. മൺട്രോത്തുരുത്ത് നിവാസികളുടെ യാത്രാ ദുരിതം പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം അവർ ദുരിതം അനുഭവിക്കുകയായിരുന്നു. ഈ റെയിൽവേ പാളത്തിന്റെ സമയത്തൂടെയുള്ള ഈ ഒരു വഴിയിലൂടെയാണ് ഇവർ പോകുന്നത്. ഏത് സമയവും ട്രെയിൻ വരാനുള്ള സാധ്യതയുമുണ്ട്. വലിയ രീതിയിലുള്ള അപകടകരമായിട്ടുള്ള ഒരു യാത്രയും കൂടിയാണ് അല്ലേ ചേട്ടാ? നിങ്ങൾ എങ്ങനെയാണ് ഇത്? ഞങ്ങൾ എൻ്റെ കൊച്ചിലെന്ന് പറയുമ്പോൾ ആ പാലത്തിലായിരുന്നു പോകുന്നത്. ആ സെൻറ്ററിൽ കൂടെ തകടത്തിലൂടെയാണ് ഞങ്ങൾ കുഞ്ഞിനെ തൊട്ട് സ്കൂളിൽ പോകുന്നതും പോയി വരികയെല്ലാം ചെയ്തിരിക്കുന്നത്. ട്രെയിൻ പറഞ്ഞതിന് ശേഷമാണ് ഈ ഫുട്പാത്ത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ പാലം വന്നത്. ആ പാലം വന്നപ്പോഴാണ് ഈ സംഭവം കിട്ടിയത്. ഏതായി നടപ്പാത കോൺക്രീറ്റ് ചെയ്ത്, മറ്റേത് അത് മാത്രമേ ഉള്ളായിരുന്നു. അന്നും നമ്മളൊരു ദുരിതം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പോയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പൊതുവായൊരു ഇപ്പോൾ ഉള്ള തലമുറയ്ക്കും ഇനി വരുന്നവർക്കും അക്കരെ വന്നിട്ട് ഇത്രയും ദൂരം താണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രശ്നം കണ്ടല്ലോ. അങ്ങോട്ട് പോയാൽ അങ്ങോട്ടും ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റും. ഇവിടെയും ഈ റോഡും അതുപോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രെയിൻ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മണിക്കൂറിനകത്തൊരു 10 ട്രെയിനെങ്കിലും പോകും. നിങ്ങൾ വന്നപ്പോൾ ഒന്ന് പോയില്ലേ? ഇനിയിപ്പോൾ ഇത് ഈ ഒരു സർവീസ് കൊല്ലത്തുനിന്നുള്ളതാണ് ബോട്ട്. ഈ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയ വലിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയ വലിയ സന്തോഷമായിരുന്നു. 20 മാസം കൊണ്ട് അവർ അത്രയും ആക്കി തന്നു. പിന്നെ തരാഞ്ഞെന്ന് പറഞ്ഞാൽ ഈ 2 കാലിൻ്റെ കേസ് ഇട്ടിരിക്കുകയാണ്. അത് ടൂറിസത്തിന് വേണ്ടി വെച്ച് റോപ്പ് വഴി ആക്കിയാന്നും അതിന് സമയം എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പോഴത്തേനും നമ്മളൊക്കെ ഇവിടെ ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ. യാത്രാ ദുരിതം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, സ്കൂളിൽ പോയിട്ട് വരുന്ന വിദ്യാർത്ഥികളാണ് ഇവർ.
ദിനംപ്രതി ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നല്ലേ മക്കളെ? എങ്ങനെയാ ഈ ട്രെയിനൊക്കെ വരത്തില്ലേ? ഞങ്ങൾ പോകുമ്പോൾ ട്രെയിനൊക്കെ വരാറുണ്ട്. ഭയങ്കര പാടാ പോകും, സ്കൂളിലൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. ട്രെയിൻ ഒരു പക്ഷേ വരികയാണെങ്കിൽ പെട്ടെന്ന് സൈഡിലോട്ടേക്ക് ആ ഒരു ശീലമായി മാറിയില്ല. നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ പോകുന്നത്? ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. വീട്ടുകാരൊക്കെ പറയോ നിങ്ങൾ ട്രെയിൻ വരുമ്പോൾ പോകാൻ ഇതുവഴി എന്നൊക്കെ? പറയാറുണ്ട്. ഈ ജങ്കാറുള്ള സമയത്ത് എങ്ങനെയായിരുന്നു യാത്ര? ജങ്കാറുള്ളപ്പോൾ ജങ്കാറിൽ കൂടെ തന്നെ ആയിരുന്നു. അതിപ്പോ നിർത്തലാക്കി. അത് ശരിക്കും ഒരു ഗുണകരമായിരുന്നല്ലേ? അത് ഗുണകരമായിരുന്നു. ബുദ്ധിമുട്ടാണ്. ജങ്കാറുണ്ടായിരുന്ന സമയത്ത് അതായിരുന്നു എളുപ്പം. ഇപ്പം രാവിലെ ട്രെയിനൊക്കെ വരുന്ന സമയത്തൊക്കെ കാടാണ്. എപ്പോഴും ഒരു അപകടമല്ലേ ഇവിടെ? അതാ ട്രെയിൻ വരുന്ന സമയത്ത് പ്രശ്നമാണ്. സൈക്കിൾ അതുവഴി എല്ലാ ദിവസവും ആ സമയത്ത് ട്രെയിൻ വന്നിട്ടുണ്ട്. ട്രെയിൻ വന്നിട്ടുണ്ട്. പേടിയുണ്ടാവും? ശീലമായോണ്ട് കുഴപ്പമില്ല. വലിയൊരു യാത്രാ ദുരിതം തന്നെയാണ് ഇവർക്കും. വിദ്യാർത്ഥികളടക്കം ഇതുവഴി കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇതാ നോക്കൂ, ആ ട്രെയിൻ പാളത്തിന്റെ സമീപത്തോടു കൂടിയുള്ള ചെറിയൊരു വഴിയിലൂടെയാണ് അവർ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്നത്. ഏത് സമയം വേണമെങ്കിലും ട്രെയിൻ ഇതുവഴി കടന്നു വരാം. പക്ഷെ അങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവർ സുരക്ഷിതമായിട്ട് സൈഡിലേക്ക് ഓരത്തേക്ക് മാറി നിൽക്കുന്ന ഒരു പതിവ് കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണാനുള്ളത്. പാലം പൂർത്തിയാവുന്നത് വരെ ജങ്കാറെങ്കിലും തുടർന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എല്ലാവരും ദുരിതം അനുഭവിക്കുക, അല്ലെങ്കിൽ കുണ്ട്ര വഴി വരണം. ജങ്കാർ ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ല പാലം പൂർത്തിയാവുന്നത് വരെ. സ്കൂളിലൊക്കെ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ ഇതുവഴിയാണോ ആശ്രയിക്കുന്നത്? അതെ, ഇതുവഴിയാ വരുന്നത്, അല്ലാതെ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ കുണ്ട്ര വഴി ഇത്ര വരണം. പെരുമ സ്കൂളിലൊക്കെ പഠിക്കുന്ന കൊച്ചുങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഇതുവഴി, രാത്രി ആയാലും ഇതുവഴി തന്നെ വരാൻ പറ്റുള്ളൂ. ജങ്കാർ ഉള്ളപ്പം 8-8:30 മണി വരെ ജങ്കാർ ഉണ്ടായിരുന്നല്ലോ. കുട്ടികളൊക്കെ പോകുമ്പോൾ ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ശീലമായി. പേടിച്ചാ പോകുന്നത്? അതെ, ട്രെയിൻ വന്ന ആർക്കായാലും പേടിയില്ലേ, സ്പീഡിലും അല്ലേ പോകുന്നേ. ഭാവി പ്രവർത്തനങ്ങൾക്ക് 105-ൽ പരം പേർ മരിക്കുകയും 200-ൽ അധികം പേർ പരിക്കേൽക്കുകയും ചെയ്ത സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു പെരുമൺ ദുരന്തം. പെരുമൺ പാലത്തിന് സമീപത്താണ് മറ്റൊരു പാലം നിർമ്മിക്കുകയും അതിലൂടെ ട്രെയിൻ ഗതാഗതം തുടങ്ങുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിന് സമീപത്തുകൂടിയുള്ള ഒരു വഴിയിലൂടെയാണ് ഇപ്പോഴും നാട്ടുകാർ കടന്നു പോകുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെയുള്ള നാട്ടുകാരെല്ലാം ആകെ ആശ്രയിക്കുന്ന ഒരു പാതയാണിത്. പക്ഷേ ഈ പാതയിലൂടെയുള്ള നടത്ത ഒരിക്കലും ഒരു സുരക്ഷിതമല്ല. കാരണം ഏത് സമയം വേണമെങ്കിലും ട്രെയിൻ ഇതുവഴി കടന്നു വരാനുള്ള സാധ്യതയാണുള്ളത്. അതുപോലെ തന്നെ അപകടം പതിയിരിക്കുന്ന വലിയ കാഴ്ചയുമാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവെക്കാനുള്ളത്. ജങ്കാറുള്ള സമയത്ത് നല്ലല്ലോ. ജങ്കാർ വേണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദുരിതം ഇല്ലായിരുന്നു. എല്ലാവർക്കും ബുദ്ധിമുട്ടാ ജങ്കാർ ഇല്ലാത്തതുകൊണ്ട്. അതെന്ന് വന്നായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഈ പാലത്തെ നമ്മൾ പോകുമ്പോൾ വണ്ടി വരുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സൈഡ് ഉണ്ട്, അങ്ങോട്ട് ഒഴിഞ്ഞു മാറി നിൽക്കും. പ്രായം ചെന്നവരാണെങ്കിൽ കാറ്റടിച്ച് തറയെ പോകാനും സാധ്യതയുണ്ട്. പെരുമളിലോട്ട് പോകാം. ഇപ്പം പിന്നെ കൈവേലിയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. ഇതൊന്നും വേണ്ട. ആ പാലം റെഡിയായി നമുക്കൊന്നും വിഷമിക്കണ്ടല്ലോ. ഒരു വണ്ടി വിളിച്ചാലും പെട്ടെന്ന് നമുക്ക് എത്തിക്കേണ്ടടുത്ത് രക്ഷപ്പെടും ആളുകൾ. പിന്നെ ഒരു വണ്ടി വന്ന് അതിലേക്കൂടെ കറങ്ങി കൊല്ലത്ത് പോകണമെങ്കിൽ എത്ര വലത്ത് വെക്കണം? ഒരു വലിയ ബുദ്ധിമുട്ടാ. ഒരു വയ്യാഴ്മ വന്ന് ഇപ്പൊ അമ്മ തന്നെ ഇത്രയും പ്രായമായില്ലേ, അമ്മയ്ക്ക് വയ്യ, ഒരു വണ്ടി വിളിക്കണം. വണ്ടി വന്ന് കറങ്ങി അടിച്ചു പോകണം. അതല്ലെങ്കിൽ ഒരു വണ്ടി വന്ന് നമുക്ക് ഈ പാലത്തെ കൂടെ കയറി അപ്പുറം ഇറങ്ങിയാൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാം. അങ്ങനെയുള്ളതാണ് നമ്മുടെ തുരുത്ത്. 15 പഞ്ചായത്തുകളെയും 3 താലൂക്കുകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് പെരുമൺ പാലം. അതുപോലെ കണ്ണങ്കാട്ട് പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ പെരുമൺ പാലത്തിന്റെ പണിയാണ് നമ്മൾ നിർമ്മാണത്തിലിരിക്കുന്നത്. ഏകദേശം 2010 നമ്മുടെ ആദരണീയനായ ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദൻ കല്ലിട്ട് 2018 പെരുമൺ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. നാളിതുവരെ ഇപ്പൊ 2 സ്പാനുകളാണ് ഏതാണ്ട് 72 മീറ്റർ നീളത്തിൽ അതിന്റെ അപ്പുറവും ഇപ്പുറവുമായി വന്ന് ഇടഭാഗം ഇട്ടിരിക്കുകയാണ്. ഇപ്പൊ അധികാരികളുമായി നമ്മൾ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത് കിഫ്ബിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം PWDയും കിഫ്ബിയുമായി ഒരു നല്ല ധാരണയിലല്ല. ഇപ്പോഴവർ ഇതിന്റെ ഒരു തടസ്സം പറയുന്നത് ഇതിന്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. L&T എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് കൊടുത്തത്. അത് ചെന്നൈ ആസ്ഥാനമായ ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയാണ് ഇത് ചെയ്യേണ്ടത്. അതിന്റെ മോൾഡും കാര്യങ്ങളും ഒക്കെ അതിനെല്ലാം കാര്യമാണ്. അത് സർക്കാർ അനുമതിയും എല്ലാം വന്നു. എങ്കിലും ഇപ്പൊ ഈ ഒരു മോൾഡ് എടുക്കണമെങ്കിൽ ഏതാണ്ട് 1,35,00,000 രൂപ ചെലവുണ്ട്. പക്ഷെ ഈ ഡിസൈൻ വേറൊരു പാലം നമ്മുടെ ഇവിടെ ഇല്ല. അപ്പൊ ഇത് അത്ര നഷ്ടം ആ കോൺട്രാക്ടർക്ക് വരും. അപ്പൊ ഈ നഷ്ടം ആര് സഹിക്കുമെന്നാണ് അവരുടെ ഒരു ചോദ്യം. ഇതിന്റെ എല്ലാം നടുവിൽ വലയുന്നത് പാവപ്പെട്ട ഞങ്ങൾ ഈ മൺട്രോ തുരുത്ത് നിവാസികളാണ്.
30ഓളം ഹോം സ്റ്റേകൾ വരെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വിദേശികളും സ്വദേശികളും എല്ലാം വന്നു പോകുന്ന ഈ മൺട്രോത്തുരുത്തിലാണ്. ഇത്രയും പ്രകൃതി രമണീയമായ ഈ പച്ചപ്പുള്ള മൺട്രോത്തുരുത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു അനാസ്ഥയാണ് ഈ പാലം പണി ഇത്രയും പിന്നോട്ട് പോകുന്നതാണ് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിലാക്കുക, യാത്രാക്ലേശം പരിഹരിക്കുക എന്ന് തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയാണ്, ചോദിച്ചറിയാം. മാഡം നമസ്കാരം. നമസ്കാരം. മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ. പെരുന്തുരുത്ത് ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പാല നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 3.5 വർഷം പിന്നിട്ടു. ഈ പണി തുടക്കം കുറിച്ചതിന് ശേഷം ഇന്നും 3.5 വർഷം പിന്നിട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലും ഈ പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വിഷയം. എന്നാൽ മൺട്രോത്തുരുത്ത് നിവാസികൾക്ക് ആകെയുള്ള, അതായത് ഒരു യാത്രാമാർഗം എന്ന് പറയുമ്പോൾ കൊല്ലം നഗരത്തിൽ എത്തിച്ചേരാൻ 25 കിലോമീറ്റർ ചുറ്റി വേണം, അല്ലെങ്കിൽ ഈ പാലം ഗതാഗത യോഗ്യമാക്കാത്ത സാഹചര്യത്തിൽ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾ കൊല്ലം നഗരത്തിൽ എത്തിപ്പെടുന്നതിന് ഏകദേശം 25 കിലോമീറ്ററോളം സഞ്ചരിച്ചു വേണം. എന്നാൽ ഈ പാലം ഗതാഗത യോഗ്യമായാൽ ഞങ്ങൾക്ക് 12 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്തു കൊല്ലം നഗരത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എത്തിപ്പെടാൻ സാധ്യമാകുന്നതാണ്. അത് തന്നെയുമല്ല, മൺട്രോത്തുരുത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒറ്റപ്പെട്ട ഒരു പ്രദേശമാണ് മൺട്രോത്തുരുത്ത്. ഈ മൺട്രോത്തുരുത്തിലെ ഗ്രാമനിവാസികൾ അവരുടെ നിത്യത്തൊഴിലടക്കമുള്ള പ്രവർത്തിയിൽ ഏർപ്പെടുന്നത് ഇവിടുന്ന് അഞ്ചാലുമൂട്ടിലോട്ടായാലും കൊല്ലത്തിലോട്ടായാലും പോകുന്ന മാർഗം, ഈ ജലഗതാഗത മാർഗമായി ഞങ്ങൾക്ക് ഇന്ന് ജങ്കാർ മാർഗം ഉണ്ടായിരുന്നു. അതും ഇന്ന് നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ്. ഈ പാലത്തിന്റെ പണി എത്രയും വേഗം തന്നെ പണി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കണം എന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും എനിക്ക് പറയാനുള്ളത്. ഇത് അധികാരികൾ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗതയിലാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു. ഇതിന്റെ ഈ സ്ട്രക്ചറിലുണ്ടായ എന്തെങ്കിലും ഇതാണോ ഇത് ഇത്രത്തോളം കാലതാമസം ഉണ്ടാവാൻ കാരണം? ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യാനല്ലോ. അതെ, ഇതിന്റെ മധ്യഭാഗത്ത് ഒരു 3 സ്പാനറുകൾ, അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് അതിനിൽ വന്ന ആ മാറ്റമാണ്, അതിന്റെ ഡിസൈനിലെ മാറ്റമാണ് ഈ പ്രവൃത്തി. ആദ്യത്തെ ആ സ്പീഡിൽ നിന്നും ഈ പ്രവൃത്തി നിർത്തിവെക്കാനുള്ള സാഹചര്യവും ഈ പ്രവൃത്തി ഇത്രത്തോളം വൈകുന്നതിനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത് നമ്മളെ ആ ഡിസൈനുള്ള മാറ്റമാണ്. എന്നാൽ ആദ്യത്തെ പണി, അതായത് ഈ 3.5 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ പണി ആ ദ്രുതഗതിയിൽ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഏറെ പ്രയോജനകരമായ രീതിയിൽ ഇന്ന് സാധ്യമാകുമായിരുന്നേനെ. അപ്പോ KRFയുടെ പ്രവർത്തനത്തിൽ ഇത് അറിയാൻ കഴിഞ്ഞിരുന്നത് ഈ ഡിസൈനിൽ വന്ന ചേഞ്ച് മൂലം ആദ്യത്തെ ടെൻഡർ നടപടിയിലൂടെ, അതായത് അന്ന് അനുവദിച്ച 46 കോടി രൂപയുടെ ആ ഒരു വർക്കിലൂടെ ഇത് പൂർത്തീകരിക്കാൻ സാധ്യമാകാത്ത അവസ്ഥയിൽ വീണ്ടും ഈ ഡിസൈനിങ്ങിന്റെ വീണ്ടും റീടെൻഡർ നടപടി, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലോട്ട് പോയത് കൊണ്ടാണ് ഈ വർക്ക് ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്നത്. ജങ്കാറിനെ സംബന്ധിച്ചിടത്തോളം, അതായത് 10-12 വർഷക്കാലം ജങ്കാർ ഇവിടെ ഞങ്ങൾക്ക് വളരെ യാത്ര സൗകര്യമായ രീതിയിൽ ജങ്കാർ ഉണ്ടായിരുന്നു. എന്നാൽ അത് എന്തൊക്കെയോ വിഷയങ്ങൾ, അതായത് ജങ്കാർ ഉടമയും അതിലെ ജീവനക്കാരും ഒക്കെ ആയിട്ടുള്ള പല വിഷയങ്ങൾ, അത് കൂടാതെ നമുക്ക് ആദ്യം ഫിറ്റ്നസിന്റെ വിഷയം വന്നു. അത് ഞങ്ങൾ ഗ്രാമപഞ്ചായത്തും ആയിട്ട് കളക്ടറുമായിട്ട് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ആ ഫിറ്റ്നസ് നടപടികൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ജങ്കാർ ഉടമയും ജീവനക്കാരും തമ്മിലുള്ള എന്തോ വിഷയത്തിന്റെ പേരിൽ ജങ്കാർ ഇന്ന് ഞങ്ങൾക്കില്ലാത്ത ഒരവസ്ഥയാണ്. എന്നാൽ ഇത് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞങ്ങൾ ടെൻഡറും റീടെൻഡറും ഒക്കെ വിളിച്ചിരുന്നു. പക്ഷെ ആരും തന്നെ ഈ ടെൻഡർ നടപടിയിലോട്ട് വന്നിട്ടില്ല. അതിന്റെ പേരിലാണ് വീണ്ടും ജങ്കാർ പ്രവർത്തനം ഞങ്ങൾക്ക് തുടങ്ങാൻ സാധ്യമാകുന്നത്. മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണ് നാളിതുവരെയായി സാക്ഷാത്കരിക്കാതെ കിടക്കുന്നത്. സഖാവ് VS അച്യുതാനന്ദൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ആദ്യത്തെ ടേമിൽ ആണ് ഈ പാലത്തിന് തറക്കല്ലിടുന്നത്. നാളിതുവരെയായിട്ടും അതിനുശേഷം എത്രയോ മന്ത്രിസഭകൾ വന്നു, ഇന്ന് വരെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
ഈ പാല നിർമ്മാണത്തിന്റെ കോൺട്രാക്ടറായിട്ടുള്ള CV ചെറിയാൻ ആൻഡ് കമ്പനി കിഫ്ബിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 33 മാസത്തെ സമയ ദൈർഘ്യം കൂടി ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമാണ്, അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതറിഞ്ഞുകൊണ്ട് ഞങ്ങൾ KRFBയുടെ എഞ്ചിനീയറിംഗ് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് 18 മാസം സാവകാശം അവർക്ക് അനുവദിക്കാൻ ഗവൺമെന്റിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇനിയും 18 മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമേ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് മറുപടിയിൽ കൂടി പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. കോൺട്രാക്ടർ ആവശ്യപ്പെട്ട സമയം 18 മാസം എന്തായാലും അനുവദിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൺട്രോത്തുരുത്ത് നിവാസികളുടെ മറ്റുള്ള പ്രദേശങ്ങളുമായിട്ട്, കൊല്ലം ടൗണുമായിട്ട് ബന്ധപ്പെടുന്നതിന് ഏകദേശം 14 കിലോമീറ്റർ, ഇവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 12 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൊല്ലം കളക്ട്രേറ്റിൽ, കൊല്ലത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. പക്ഷേ ഇപ്പോഴിവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരിതം വളരെ അസഹനീയമാണ്. കാരണം ഇവിടെ നിന്ന് ഒരാളിനെയുമായി ചിറ്റുമല വഴി, കുണ്ടറ വഴി, കേരളപുരം വഴി, കിളികല്ലൂർ വഴി വേണം. കല്ലുംതാഴം ബൈപ്പാസിന്റെ നിർമ്മാണം നടക്കുന്നു. അവിടെയുള്ള തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ട് വേണം ഒരാൾക്ക്, ഒരു രോഗിയായിട്ടാണെങ്കിൽ പോലും, ആശുപത്രികളിൽ എത്തിച്ചേരാൻ. അപ്പൊ അത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഈ ജനതയെ കൈപിടിച്ചുയർത്തുന്നതിന് ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് ഇതുവരെ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അത് അത്യന്തം ഖേദകരമാണ് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ യാത്രാ ദുരിതം മൂലം ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഇവിടെ നിന്ന് പലായനം ചെയ്യുകയാണ്. ഞാൻ മൺട്രോത്തുരുത്ത് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകളിൽ ഒന്നായ പട്ടംതുരുത്ത് വെസ്റ്റിലെ ജനപ്രതിനിധിയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്. പക്ഷെ എന്റെ വാർഡിൽ ഒരു വാഹന ഗതാഗതമില്ല. 1957 റെയിൽവേയുടെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെ ഒരു ഇരുചക്ര വാഹനം പോലും എത്താൻ സാധിക്കാത്ത ഗതികേടിലാണ് ഞങ്ങളുടെ ഗ്രാമവാസികൾ. അവിടെ ഒരാൾക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും പ്രാകൃത യുഗത്തിൽ ആളുകൾ തലച്ചുമടെ രോഗികളെ കൊണ്ടുപോകുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും കസേരയിലും സ്ട്രക്ചറിലും ഇരുത്തി കിടത്തി അവിടെ കൊണ്ടുപോകുന്നത്. അവിടുന്ന് റോഡിലേക്ക് എത്തിച്ച് ഈ പറയുന്ന ദൂരം ഇത്രയും താണ്ടി വേണം കൊല്ലത്തെത്തിക്കാൻ. അപ്പോഴേക്കും ആള് ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടാവുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ 2 ട്രെയിൻ പാതകൾ, ഈ 2 ട്രെയിൻ പാതകളും മുറിച്ച് കടന്നു വേണം ഇപ്പുറത്തെ റോഡിലേക്ക് എത്താൻ. കൊച്ചുകുട്ടികൾ, LKG, UKG തുടങ്ങിയ ചെറു ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അവരുടെ രക്ഷിതാക്കൾ അവരെ സ്കൂളുകളിൽ എത്തിക്കുന്നത്. അപ്പൊ ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ഒരു ജനത ഒരുപക്ഷെ ലോകത്തെവിടെയും കാണില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അതുകൊണ്ട് ഈ പെരുമൺ പാലത്തിന്റെ നിർമ്മാണം ഈ 18 മാസം ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നതിന് പകരം യുദ്ധകാല അടിസ്ഥാനത്തിൽ എത്രയും വേഗത്തിൽ, ഇത്രയും ഒരു 1/4 നൂറ്റാണ്ട് പിന്നിട്ടിട്ട് പോലും ഇതുവരെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് അതിന് പറയാനുള്ളത്? അതുകൊണ്ട് ഗവൺമെന്റ് സത്വരമായിട്ട് ഈ 18 മാസം അനുവദിച്ചു കൊടുക്കുന്നതിന് പകരം വളരെ വേഗത്തിൽ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള അടിയന്തര നടപടികൾ ഗവൺമെന്റ് കൈക്കൊള്ളണം എന്നാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. ജങ്കാർ സർവീസ് തുടർന്ന് പ്രവർത്തിക്കണം എന്നുള്ള വലിയ ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഓട്ടോ സുഹൃത്തുക്കളുണ്ട്, നമുക്ക് ചോദിച്ചറിയാം. ചേട്ടാ, എത്രത്തോളം ബുദ്ധിമുട്ടാണ് ശരിക്കും? വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും രോഗികളെ കൊണ്ട് ആശുപത്രി പോകാനും എല്ലാം നമ്മൾ കൊല്ലം പോകുന്ന 30 കിലോമീറ്റർ ചുറ്റി പോകണം. ഈ ഒരു ജങ്കാർ സർവീസ് കൊണ്ട് നമുക്കൊരു 14 കിലോമീറ്ററിനകത്ത് അവിടെ എത്തിച്ചെത്താൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ വേറെ ഒരു മാർഗവും ഇല്ല, പാലവും ഇല്ല, ജങ്കാറും ഇല്ല. വളരെ ശോചനീയാവസ്ഥയിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും പാലം തുടങ്ങിയിട്ട് തന്നെ കുറച്ച് നാളായില്ലേ? പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പോഴും ഇത്രയും വലിയൊരു പാലം പണിയുന്ന 5 പേരാ. ഓരോ ആൾക്കാർ പോലും നിന്ന് പണിയുന്നില്ല. ജങ്കാർ സർവീസ് ഇന്ന് വരും നാളെ വരുമെന്നും പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ ഇന്ന് വരും നാളെ വരും, ഒരാഴ്ച കഴിഞ്ഞ് വരും, 10 ദിവസം കഴിഞ്ഞ് വരുമെന്നും പറഞ്ഞ് നമ്മളത് കേട്ട് ഇങ്ങനെ നമ്മൾ നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും അറിയിപ്പോട് കൂടിയാണോ ജങ്കാർ നിർത്തിയത്? ഒരു അറിയിപ്പും ഇല്ലായിരുന്നു. എന്തോ അവർ തമ്മിലുള്ള മുതലാളിയും തൊഴിലാളികളുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ അവരെ നിർത്തിയാണ്. എന്തോ നമുക്കറിയാൻ വയ്യ എന്ത് കാരണങ്ങളാണ്. എല്ലാവർക്കും അറിയാൻ പറ്റത്തുള്ളൂ. ജങ്കാർ പ്രതീക്ഷ വന്നവരും ദുരിതത്തിലായി. ഒരുപാട് ഇപ്പം ടൂറിസം മേഖലയായതുകൊണ്ട് അത് തന്നെ വളരെ മോശമായിട്ട് രീതി കൈകാര്യങ്ങൾ
അത് അവർക്ക് വരെ എത്തിപ്പെടാനും വളരെ മോശമായ രീതിയിൽ നിൽക്കുകയാണ്. ജങ്കാർ സർവീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് രീതിയിൽ അവർ വന്ന് നമുക്ക് ആ ഒരു രീതിയിലും നമുക്കൊക്കെ ഞങ്ങൾക്കൊന്നും ഓട്ടം ഇല്ല. വളരെ ശോചനീയാവസ്ഥയിൽ നിൽക്കുകയാണ്. ശരിക്കും വിദേശികളുടെ വരവും കുറഞ്ഞു. വിദേശികൾ ഒരുപാട് കുറഞ്ഞു. സ്വദേശികളും വിദേശികളൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സർവീസ് ഇല്ലാതെ വന്നപ്പോൾ 30 കിലോമീറ്റർ ചുറ്റി വരുന്നതുകൊണ്ട് അവരും വളരെ രീതിയിൽ ഇല്ലാതെ നിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ നമുക്കും വണ്ടിക്കാർക്ക് ഓട്ടോ ഇല്ല. ഞങ്ങളും വലിയ ദുരിതത്തിലാണ്. പാലം നിർമ്മാണം ആരംഭിച്ചതോടെ പേഴുന്തുരുത്തിൽ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ജങ്കാർ അവിടെ നിന്നും ഇവിടേക്കാണ് എത്തിച്ചത്. ഏകദേശം 1.5 വർഷമാകുന്നു ഇവിടെ ജങ്കാർ പൂർണ്ണമായും നിർത്തലാക്കിയിട്ട്. നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഇവിടെ നിന്നാണ്. ജങ്കാറിൽ പോവുകയും പെരുമൺ ഭാഗത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോവുകയും അവിടെ നിന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്ന ഒരു മാർഗമായിരുന്നു ഇവിടെ തടസ്സപ്പെട്ടത്. ഇപ്പോൾ പാല നിർമ്മാണം മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജങ്കാർ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പോലും പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്നത്. ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.